Hi friends, welcome back to my YouTube channel. Hope you are doing well. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു വ്ളോഗായിട്ടാണ്. നമ്മളിപ്പോൾ ഉള്ളത് മൈസൂരിലുള്ള ഗിന്നീസ് വേൾഡ് റെക്കോർഡ് സീഷെൽ ആർട്ട് മ്യൂസിയമിൻ്റെ മുന്നിലാണ്. വീഡിയോ ഇഷ്ടമായാൽ എൻ്റെ ചാനലിനെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ലൈക്ക്, കമൻറ്റ്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഇപ്പോൾ നമ്മൾ അകത്ത് വന്നിട്ടുണ്ട്. ഇവിടുത്തെ എൻട്രൻസ് ചാർജ് അഡൾട്ടിന് 60 റുപ്പീസാണ്. ചിൽഡ്രൻസ് ഫ്രീ ആണ്. ക്യാമറ അലൗഡ് ആണ്. പ്രത്യേകിച്ച് പൈസ കൊടുക്കേണ്ടതില്ല. ഇനി നമുക്ക് അകത്തേക്ക് വന്നാൽ കാണാൻ ഒത്തിരി ഷെൽ കൊണ്ട് ഉണ്ടാക്കിയ ഒരുപാട് ക്രിയേറ്റിവിറ്റി ആർട്ടുകൾ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. ആദ്യം നമുക്ക് കാണാനുള്ളത് ബുദ്ധ സ്റ്റാച്യു ആണ്. കണ്ടില്ലേ, ഇതാണ് ഷെൽ കൊണ്ടുണ്ടാക്കിയ ഒരു സ്റ്റാച്യു ആണ്. ഈ ഒരു മ്യൂസിയമിൻ്റെ ആർട്ടിസ്റ്റ് ശ്രീമതി ഡോക്ടർ രാധ മല്ലപ്പയാണ്. മൈസൂർ സ്വദേശിയായ ഇവർ വിവിധ സീഷെൽ ആർട്ടിഫാക്റ്റുകളും വ്യത്യസ്ത കലാരൂപങ്ങളും ഇവിടെയുണ്ട്. നിരവധി കർണാടക സംസ്ഥാന അവാർഡുകൾക്കൊപ്പം നിരവധി ദേശീയ അന്തർദേശീയ അവാർഡുകളും ഇവരെ അഭിനന്ദിച്ചിട്ടുണ്ട്. കണ്ടില്ലേ, ഇതുപോലുള്ള ഒരുപാട് സീഷെൽ ആർട്ടുകളാണ് നമുക്കിവിടെ കാണാനുള്ളത്. അതിൽ പ്രത്യേകിച്ച് പറയാനുള്ളത് ബുദ്ധൻ സ്റ്റാച്യു ആണ്. പിന്നീട് 22 അടി ഗണേശ ശില്പമുണ്ട്. പിന്നീട് 14 അടി ഉയരമുള്ള ശിവ ടെമ്പിൾ ഉണ്ട്. 9.5 അടി ഉയരമുള്ള താജ്മഹൽ, കൂടാതെ മഹാലക്ഷ്മി, സരസ്വതി, ഗണപതി, യെടിയൂരു സിദ്ധലിംഗേശ്വരൻ, രാവണൻ്റെ ദർബാറിലെ ഹനുമാൻ, ഒരുപാട് പൂക്കളും തുടങ്ങിയ നിരവധി സീഷെൽ ആർട്ടുകൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. ദശാവതാരം, മറ്റു കലാരൂപങ്ങളും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ്. റീസൈക്കിൾ ചെയ്ത് മാലിന്യങ്ങൾ കൊണ്ട് നിർമ്മിച്ച കലാരൂപങ്ങളും പഴയ കരകൗശല വസ്തുക്കളും ചൂല് കൊണ്ടുണ്ടാക്കിയ കപ്പലാണ്. പിന്നീട് ഓയിൽ കളർ പെയിൻറ്റിങ്, വാട്ടർ കളർ പെയിൻറ്റിങ് തുടങ്ങിയവയും ഇവിടെ കാണാനുണ്ട്. ഞങ്ങളിവിടെ വന്ന സമയത്ത് അവർ നമ്മളോട് സംസാരിച്ചിരുന്നു. അവർ പറഞ്ഞൊരു കാര്യമാണ്, ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സീഷെൽ ആർട്ടുകൾക്ക് യാതൊരു ആർട്ടിഫിഷ്യൽ പെയിൻറ്റിങ്ങോ കളർസ് ഇവിടെ കൊടുത്തിട്ടില്ല. ഇതെല്ലാം ഷെല്ലുടെ ഒറിജിനൽ കളർസ് ആണെന്നാണ് അവർ നമ്മളോട് പറഞ്ഞത്. കണ്ടില്ലേ, ഇതൊരു ഒറിജിനൽ കളർസിൽ തന്നെ നിൽക്കുന്ന ഒരു ഫിഷ് അക്വേറിയം ആയിരുന്നു. ഇത് പെൻഗ്വിൻകളാണ്. ഒത്തിരി നന്നായിട്ടുണ്ട്. നമുക്കിത് കാണുമ്പോൾ ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല സീഷെൽ കൊണ്ട് ഇതൊക്കെ ഉണ്ടാക്കിയതെന്ന്. അത്രയ്ക്കും നല്ലൊരു ക്രിയേറ്റിവിറ്റിയാണ്. നിങ്ങൾ മൈസൂർ വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ഗിന്നീസ് വേൾഡ് റെക്കോർഡ് സീഷെൽ ആർട്ട് മ്യൂസിയം ഒരിക്കലെങ്കിലും വിസിറ്റ് ചെയ്യുക തന്നെ വേണം. കണ്ടില്ലേ, ഇതൊക്കെ എന്ത് ഭംഗിയാണ് കാണാൻ. നമ്മൾ എൻട്രൻസ് ചാർജ് കൊടുത്തിരിക്കുന്നത് ഒരു 60 റുപ്പീസാണ്. പക്ഷെ ആ ഒരു കാശിനൊത്തതൊക്കെ ഇവിടെ ഉണ്ട് കാണാൻ. ഇത് കണ്ടില്ലേ, ഗ്ലാസ് കൊണ്ട് ചെയ്തിരിക്കുന്നതാണ് ഈ ഒരു ക്രിയേറ്റിവിറ്റി. ഇതുപോലുള്ള ഒരുപാട് ആർട്ടുകളാണ് നമുക്കിവിടെ കാണാനുള്ളത്. അവിടെ അവർ കൊടുത്തിരിക്കുന്നത് 400-ലധികം ആർട്ടുകൾ എന്നാണ്. പക്ഷെ അത്രയും നമുക്കിവിടെ കാണാനുണ്ട്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് മൈസൂരിലുള്ള സെൻറ്റ് ഫിലോമിന ചർച്ചിലെ ഒരു റെപ്ലിക്കയാണ്. ഈ ഒരു സെൻറ്റ് ഫിലോമിന ചർച്ച് ഉണ്ടാക്കിയിരിക്കുന്നത് 26 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സീഷെൽ ആൻഡ് കോഞ്ചസിലാണ്. കോഞ്ചസ് എന്നത് ശംഖുകളാണ്. ശംഖുകളും ഉപയോഗിച്ചിട്ടുണ്ട്. ഈ ഒരു സെൻറ്റ് ഫിലോമിന ചർച്ചിലെ ഹൈറ്റ് 14 ഫീറ്റ് ആണ്. ലെങ്ത്ത് 15 ഫീറ്റ് ആണ്. വിഡ്ത്ത് 14.5 ഫീറ്റ് ആണ്. ഇതിൻ്റെ ടോട്ടൽ വെയ്റ്റ് 4360 കിലോയാണ്. 4360 kg ആണ് ഇതിൻ്റെ വെയ്റ്റ്. ഇത് ബിൽഡ് ചെയ്യാൻ എടുത്ത സമയം 7 years 4 months ആണ്. 7 കൊല്ലവും 4 മാസവുമാണ് എടുത്തിരിക്കുന്നത്. ഇവിടെ കാണുന്ന ഈ ഒരു ഗണേശ സ്റ്റാച്യു വേൾഡിൽ തന്നെ ഗിന്നീസ് ബുക്കിൽ കയറിയിട്ടുള്ളൊരു സ്റ്റാച്യുവും കൂടിയാണ്. ഇതിൻ്റെ ഹൈറ്റ് 22 ഫീറ്റ് ആണ്. സീഷെല്ല് കൊണ്ടുണ്ടാക്കിയതാണ്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഈ ഒരു ഗണേശ സ്റ്റാച്യു ആണ്.
മോസ്റ്റ് ഓഫ് ഇവിടുത്തെ എല്ലാ സാധനങ്ങളും ചെയ്തിരിക്കുന്നത് സീഷൽ അതുപോലെ കൗഞ്ചസ് കൊണ്ടാണ്, ശംഖുകൾ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ ഒരു ഗണേശ സ്റ്റാച്ചുവിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും ഉള്ളത് ഒരു ശംഖു കൊണ്ട് ഉണ്ടാക്കിയ ഒരു ലൈറ്റിംഗ് വെച്ചിട്ടുള്ള ഒരു വിളക്കാണ്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് 14 അടി ഉയരമുള്ള ശിവ ടെമ്പിളാണ്. ഇത് കാണുമ്പോൾ ശരിക്കും ഒരു അമ്പലം കണ്ട ഒരു ഫീലാണ്. ഇതിനടുത്ത് തന്നെ ഒരു വാഴയും കൂടി അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. അത് ചെയ്തിരിക്കുന്നതും ഷെല്ലും ശംഖുകളും ഉപയോഗിച്ചാണ്. അടുത്ത് തന്നെ നമുക്ക് നല്ലൊരു ഗണപതിയും കൂടി ഇവിടെ കാണാൻ സാധിക്കും. വീഡിയോ ഇഷ്ടമായാൽ എൻ്റെ ചാനലിനെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതാണ് ആ ഒരു ഗണപതി. ഇതും കൂടാതെ ഇവിടെ ഒരുപാട് ക്രാഫ്റ്റ് വർക്കുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഇതുപോലത്തെ ഒരുപാട് ക്രാഫ്റ്റ് വർക്കുകൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ്. ഇത് സക്സസ് ലേഡീസിന് വെച്ചിട്ടുള്ള ഒരു ട്രീ ആണ്. ഇതവർക്ക് കിട്ടിയിരിക്കുന്ന ഒരുപാട് അവാർഡുകളാണ്. ഇതൊക്കെ റീസൈക്കിൾ ചെയ്ത മാലിന്യങ്ങൾ കൊണ്ട് നിർമ്മിച്ച കലാരൂപങ്ങളാണ്. ക്ലേ കൊണ്ട് ചെയ്തിരിക്കുന്ന പൂക്കൾ, പിസ്ത സ്കിന്ന് കൊണ്ട് ചെയ്തിരിക്കുന്ന പൂക്കൾ, അതുപോലെ ഒരുപാട് പൂക്കളാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഫ്ലവർ അവർ ചെയ്തിരിക്കുന്നത് ചോളത്തിൻ്റെ സ്കിന്ന് കൊണ്ടാണ്. ഇതുപോലെ തന്നെ അവർ മരത്തിൻ്റെ, നമ്മൾ ചെത്തിയെടുത്തിരിക്കുന്ന ആ ഒരു മരത്തിൻ്റെ സ്കിന്ന് കൊണ്ട് ചെയ്തിരിക്കുന്ന ഫ്ലവേഴ്സാണ്. ഇത് കടലിൻ്റെ തോല് കൊണ്ട് ഉണ്ടാക്കിയ ഫ്ലവേഴ്സാണ്. ഇനി കാണാൻ പോകുന്നത് ഏലക്ക കൊണ്ട് ഉണ്ടാക്കിയ പൂക്കളാണ്. ഇതൊക്കെ നമ്മൾ കളയുന്ന സാധനങ്ങളാണ്. അതൊക്കെ വെച്ചിട്ടാണ് അവർ ഓരോരോ ക്രിയേറ്റിവിറ്റി ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇതുപോലെ ഗാർലിക് സ്കിന്ന് കൊണ്ട് ചെയ്തിരിക്കുന്ന, വെള്ളുള്ളിയുടെ തോല് കൊണ്ട് ചെയ്തിരിക്കുന്നതും ചകിരി കൊണ്ട് ചെയ്തിരിക്കുന്ന പൂക്കളും അതുപോലെ ഉള്ളി തോല് കൊണ്ടുണ്ടാക്കിയ പൂക്കളും നമ്മളിവിടെ കണ്ടു. ഇത് ദശാവതാരനെ കുറിച്ചുള്ള കലാരൂപങ്ങളാണ്. ഇതുപോലുള്ള വ്യത്യസ്തമായ കലാരൂപങ്ങൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ്. ഇതൊക്കെ അവരെ കുറിച്ചുള്ള, അവർക്ക് കിട്ടിയിട്ടുള്ള ഒരു ആർട്ടിക്കിൾസ് ആണ്. നമ്മളിവിടെ കണ്ടിട്ടുള്ള ഒരുപാട് ക്രാഫ്റ്റുകളും ഒരുപാട് സീഷൽ വർക്കുകളുടെയും ഷെല്ലുകളാണ് ഇവിടെ അവർ വെച്ചിരിക്കുന്നത്. എല്ലാ രീതിയിലുള്ള ഷെല്ലുകൾ ഇവിടെ വെച്ചിട്ടുണ്ട്. അതുപോലെ കോഞ്ചസും വെച്ചിട്ടുണ്ട്. എല്ലാത്തിൻ്റെ പേരും അവരിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ആണ് ഇവിടെ കാണുന്നത്. ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞിരുന്നത്, എടിയൂരു സിദ്ധലിംഗേശ്വരനാണ്. ഈ ഒരു കപ്പൽ കണ്ടല്ലോ, ഈ കപ്പൽ ഉണ്ടാക്കിയിരിക്കുന്നത് ചൂല് കൊണ്ടാണ്. ബ്രൂം കൊണ്ടുണ്ടാക്കിയ ഒരു കപ്പലാണത്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഒരു താജ്മഹലിൻ്റെ റെപ്ലിക്കയാണ്. അടിപൊളിയായിരുന്നു. ഇത് കാണാൻ തന്നെ നല്ല രസമായിരുന്നു. ഒരുപാട് ഹാർഡ് വർക്ക് ഇതിൻ്റെ പിന്നിലുണ്ട്. ഈ ഒരു താജ്മഹൽ ഉണ്ടാക്കാൻ വേണ്ടി അവർ ഉപയോഗിച്ചിട്ടുള്ളത് 42 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സീഷെൽസ് ആൻഡ് കോഞ്ചസ് ആണ്. ശംഖുകളും ഇതിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഹൈറ്റ് 9.5 ഫീറ്റ് ആണ്. ലെങ്ത്ത് 13 ഫീറ്റ് ആണ്. വിഡ്ത്ത് 13 ഫീറ്റ് ആണ്. ഇതിൻ്റെ ടോട്ടൽ വെയ്റ്റ് 2860 kg ആണ്. ഇത് ബിൽഡ് ചെയ്യാൻ വേണ്ടി അവരെടുത്ത സമയം 8 കൊല്ലമാണ്. 8 years ആണ് അവരെടുത്തിരിക്കുന്നത്. അതും കൂടാതെ ഷെല്ല് കൊണ്ടും കോഞ്ചസ് കൊണ്ടും ഉണ്ടാക്കിയ ഒരുപാട് ഓർണമെൻറ്റ്സുകൾ ഇവിടെ സെയിൽ ചെയ്യുന്നുണ്ട്. വേണമെങ്കിൽ നമുക്കിത് വാങ്ങിക്കാം. ഇതാണ് ഇന്നത്തെ നമ്മുടെ വ്ളോഗ്. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ലൈക്ക്, കമൻറ്റ്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ അടുത്ത് നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടേക്ക് കെയർ, stay safe. Thanks for watching.